പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ കാട്ടാനകൾ തുടരുന്നു. സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിൽ കാപ്പിത്തോട്ടത്തിലാണ് കാട്ടാനകൾ എത്തിയത്. കാട്ടാനകൾ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നു. RRT സംഘം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്ത്, കുറച്ചേറെ ദിവസങ്ങളായി ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചതാണ്. അവയെ തുരത്താനുള്ള നടപടികൾ ഏത് തരത്തിലാണ് അവിടെ നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് ഒരു കാട്ടാനയെ കാണുന്നത്. അത് ഈ ലോറി തൊഴിലാളികളാണ് ആനയെ കാണുന്നത്. പിന്നീട് ഒരു ആന കൂടി ഇവിടെ എത്തുകയാണ്. അങ്ങനെ 2 ആനകളാണ് ഈ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രദേശത്ത് ആകെ കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കാട്ടാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത്തരത്തിൽ വ്യാപകമായ കൃഷിനാശമാണ് ഈ മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായത്. ധാരാളം തോട്ടം തൊഴിലാളികൾ, അതുപോലെ തന്നെ വീടുകൾ, സ്ഥാപനങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരം അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് 2 ആനകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് ഉൾപ്പെടെ വനമേഖലയിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ആന പരിഭ്രാന്തമാവുകയും ഈ വീടുകളൊക്കെ ഉള്ളതിനാൽ അങ്ങോട്ടേക്കൊക്കെ ഓടിച്ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സമീപനങ്ങൾ ഒഴിവാക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയത്. പകരം ഇതിന് കൃത്യമായ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. RRT സംഘമെത്തി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാവിലെ മുതൽ ഇറങ്ങിയ ആന ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.